നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിലവിൽ? വൈറ്റി സ്റ്റുഡിയോ വഴിയാണോ, ബ്രൗസർ വഴിയാണോ, അതോ പിന്നെ യൂട്യൂബ് ആപ്പ് വഴിയാണോ? ബ്രൗസർ എന്ന് പറയാൻ കാരണം മൊബൈലിൽ നമ്മൾ ബ്രൗസറിലാണ് ചെയ്യുന്നത്. വൈറ്റി സ്റ്റുഡിയോ സാധാരണ പോലെ ആക്സസ് ചെയ്തിട്ട് ലാപ്ടോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇതിലേത് മെത്തേഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയാം. അതുപോലെ കുറേ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതി ചെയ്താലാണ് വൈറലാവുക എന്നുള്ളത്. അത് ആദ്യം തന്നെ ഉത്തരം പറയാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതി ചെയ്തത് കൊണ്ട് വൈറലാവില്ല. പക്ഷെ നമ്മുടെ വീഡിയോ കുറച്ച് വ്യൂസൊക്കെ വരാനുള്ള ചില സംഭവങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഇതിൽ സെറ്റപ്പ് ചെയ്യേണ്ടത്, വൈറ്റ് സ്റ്റുഡിയോ ചെയ്യണോ അതോ ആപ്പിൽ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. ഇതിൽ ഏത് ചെയ്താലും ബേസിക്കലി നമ്മൾ സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള കമൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യുക, എന്നിട്ട് ബാക്കി വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് യൂട്യൂബ് ആപ്ലിക്കേഷനാണ്. യൂട്യൂബ് ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് നമുക്ക് മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം യൂട്യൂബ് ആപ്പ് എടുക്കുക. ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ, ഈ വീഡിയോ തന്നെയാണ്, ഇതിൻ്റെ ഇൻട്രോ ആണ്. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു. ഇനി ഇവിടെ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളൊക്കെ വേണം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വെറുതെ ഒരു ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ കൊടുക്കുക. ടൈറ്റിൽ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ആൾട്ടേഡ് കണ്ടന്റ് നോ ആണ് കൊടുക്കുന്നത്, അപ്പോൾ അത് നോ കൊടുക്കുക. ഇനി ജസ്റ്റ് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസറിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ക്രോം ഉപയോഗിക്കുന്നുണ്ടാവും, പക്ഷേ ക്രോമിൽ നമ്മൾ മറ്റെന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് എന്ത് ചെയ്യുക, നിങ്ങൾ ഫയർഫോക്സ് ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുക. അത് തന്നെ വരും, നേരത്തെ ഓപ്പൺ ആക്കിയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പുതുതായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യുക, ഇവിടെ കയറിയിട്ട് പിന്നെ studio.youtube.com അടിക്കുക, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഫയർഫോക്സിൽ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. നിർബന്ധമല്ല, നല്ലതാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ ടാബ് വരും. ഇവിടെ രണ്ടാമത്തെ ടാബ് വീഡിയോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ പറ്റും, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ പറ്റും, ടെസ്റ്റ് എന്ന പേരിലൂടെ വീഡിയോ കാണാൻ പറ്റും. ജസ്റ്റ് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ വീഡിയോ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ടൈറ്റിലാണ്. ഇനിയാണ് നമ്മൾ ഇതിന് എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ടൈറ്റിൽ എപ്പോഴും നല്ലത് വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കീവേഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ എന്താണ് എന്തെങ്കിലും ഒരു കുക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ പേര് ഇത് ഉണ്ടാക്കുന്നത് കണ്ടോ, അങ്ങനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കീവേഡ്സ് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇതിന് വീഡിയോസിന് വ്യൂസ് വരുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമുക്ക് ആ കീവേഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നേരെ എന്ത് ചെയ്യുക, നമ്മൾ യൂട്യൂബ് ആപ്പിലേക്ക് വരിക. അപ്പോൾ ഇവിടെ യൂട്യൂബിൻ്റെ ആപ്പിൽ ഞാൻ മുകളിൽ സെർച്ച് ബാറിൽ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കീവേഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അതായത് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് തമിഴ്, അത് കേസേക്കര, അത് ഹിന്ദി, ക്വാളിറ്റി സെറ്റിങ്സ്, ഇങ്ങനെ കുറേ വരും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്നതനുസരിച്ചാണ് വരിക. അപ്പോൾ ഇതിൽ ഉദാഹരണത്തിന് എനിക്ക് യൂട്യൂബ് വീഡിയോ അപ്ലോഡിങ് മലയാളം എന്ന് മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അത് നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കും. ഇവിടെ ഞാൻ കുറച്ച് ലോങ് ആയിട്ടുള്ള കീവേഡ് കൊടുത്തു, യൂട്യൂബ് വീഡിയോ അപ്ലോഡിങ് വൈറൽ മെത്തേഡ് എന്നുള്ളത്. അതങ്ങനെ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മളിങ്ങനെ ഒക്കെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ അതിന് കൂടുതൽ അട്രാക്റ്റീവ് ആവാം, അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ നമ്മുടെ കണ്ടന്റ് അതുപോലെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ എഴുതിയിട്ട് ഉടായ്പ കാണിക്കുമ്പോഴാണ് ആൾക്കാർ നെഗറ്റീവ് അടിക്കുക. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ കൊടുത്തു, യൂട്യൂബ് വീഡിയോ അപ്ലോഡിങ് വൈറൽ മെത്തേഡ്. വീഡിയോ അപ്ലോഡിങ് മലയാളം എന്ന് വേണം നമുക്ക് അടുത്ത കൊടുക്കാം. യൂട്യൂബ് അപ്ലോഡ് മലയാളം. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത ഈ രണ്ടും ഓരോ കീവേഡ്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് എഴുതാനുണ്ടാവുള്ളൂ. അവിടെ വേണം നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് എഴുതി നോക്കുക, സ്ഥലം പിന്നെ മതിയാവും എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ചാനലിൻ്റെ പേരും കൂടി കൊടുക്കുമ്പോൾ ഏകദേശം 82 വേർഡ്സ് അത് മതിയാവും നമുക്ക്. അതുപോലെ പിന്നെ ഈ വൈറൽ മെത്തേഡിന് ശേഷം നമ്മളൊരു ലൈൻ ഇടുന്നില്ല, അതിന് പൈപ്സ് എന്നാണ് സാധാരണ പറയാം. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആദ്യം ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ABC എന്ന് വരുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ആ ബ്രാക്കറ്റൊക്കെ ഉള്ളതിനൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈൻ കാണാൻ പറ്റുന്നത് ഇതാണ്, ഈ ലൈൻ. അപ്പോൾ ഈ പൈപ്പ് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ ബാക്ക് സ്ലാഷ് ഒന്നും ഇടരുത്, ഈ ബാക്ക് സ്ലാഷ് ഇടണ്ട.
കാരണം ഈ ഓരോ സാധനത്തിനും ചില മീനിങ്സും അതുപോലെ പ്രോഗ്രാമിങ്ങിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതിട്ടാൽ മതി. പൈപ്പ് ഇടുന്നത് നല്ലത്, നിർബന്ധമല്ല. എന്നാൽ പൈപ്പ് ഇടുന്ന അതിൻ്റെ ഒരു രീതി. അതുപോലെ നിങ്ങളുടെ എല്ലാ വീഡിയോൻ്റെയും കൂടെ ഈ പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ പേര് ലാസ്റ്റ് കൊടുക്കണം. കാരണം അപ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ വീഡിയോ സെർച്ചൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഡിസ്ക്രിപ്ഷനിൽ എന്ത് കൊടുക്കണം എന്നുള്ളത്, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് പഴയ പ്രീവിയസ് വീഡിയോസിൻ്റെ ലിങ്ക്സൊക്കെ ആഡ് ചെയ്യാം. ഓരോ പേര് വെച്ചിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ലൈൻ ബൈ ലൈനായിട്ട് ഓരോന്ന് ആഡ് ചെയ്യാം. നിങ്ങൾ പഴയ വീഡിയോസിനൊക്കെ ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ആഡ് ചെയ്യലില്ല. ചില വീഡിയോയിൽ ആഡ് ചെയ്യും, ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊന്നും ആഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കീവേഡ്സ് കൊടുക്കുക. ഈ കീവേഡ്സ് ഇവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ചിൽ കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് കീവേഡ്സ് ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് ടാഗ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ആദ്യം റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിൽ അപ്ലോഡ് തമ്പനയിലാണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്ലോഡ് ഫയൽ എടുത്തിട്ട് തമ്പനയിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ ടെസ്റ്റ് ആൻഡ് കമ്പയർ പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഡിഫറെൻറ്റ് തമ്പനയിൽ അപ്ലോഡ് തീം വിച്ച് വാസ് യു, അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 3 ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ബെറ്റർ, എന്നിട്ട് അത് സെലക്ട് ചെയ്യാം. അതൊക്കെ പിന്നെ നിങ്ങൾ ഓരോ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി യൂട്യൂബ് തരുന്ന സംഭവങ്ങളാണ്. ഈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത്, പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മിക്സഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ, കുക്കിങ്ങും ലൈഫ് സ്റ്റൈലും എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ കുക്കിംഗ് മാത്രം ഒരു പ്ലേലിസ്റ്റ് ആക്കുക, ലൈഫ് സ്റ്റൈൽ മാത്രം ഒരു പ്ലേലിസ്റ്റ് ആക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആൾക്ക് കൂടുതൽ എളുപ്പം കാണാൻ പറ്റും. അതിനാണ് ആക്കുന്നത്. ഇപ്പോൾ ഇവിടെ കിഡ്സ് കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ലേ, നോ ഇറ്റ്സ് നോട്ട് ഫോർ കിഡ് എന്ന് കൊടുത്താൽ ഓക്കെ. അപ്പോൾ ഇതിവിടെ ഷോ മോർ കൊടുക്കുക. അപ്പോൾ ഷോ മോർ വരുമ്പോൾ ഇതിൽ കുറേ കൂടി ഓപ്ഷൻസ് വരും. ഇതിൽ ഈ മൈ വീഡിയോ കണ്ടെയ്ൻ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്കില്ല, പെയ്ഡ് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് ലീവ് ചെയ്യുക, ഒന്നും കൊടുക്കണ്ട. ആൾട്ടേഡ് കണ്ടത് നമ്മൾ നേരത്തെ നോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്, നമുക്കത് ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഇന്ന ചാപ്റ്റർ ഇന്ന രൂപത്തിൽ തൊട്ട് അത് ഞാനൊരു വീഡിയോ ചെയ്യാൻ നല്ല മനസ്സിലാവുള്ളൂ. പിന്നെ അത് ഓട്ടോമാറ്റിക് കോൺസെപ്റ്റ് അത് ടിക്ക് അവിടെ തന്നെ വെച്ചേക്കോ, കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെയും ടാഗ് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഈ ടാഗ് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വീഡിയോ ലാംഗ്വേജ് മലയാളം കൊടുക്കുക. പിന്നെ ക്യാപ്ഷൻ സർട്ടിഫിക്കേഷൻ രണ്ടും കൊടുത്താൽ മതി. വലിയ കാര്യമൊന്നുമില്ല. ഇതിലങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചേഞ്ചസ് ഒന്നും വരില്ല. മലയാളം വേണം കൊടുക്കുക. ഈ ലൈസൻസിൻ്റെ സെക്ഷനിൽ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് പറഞ്ഞത് നമ്മൾ ചെയ്തൊരു വീഡിയോ മറ്റൊരാൾക്ക് എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡ് ലൈസൻസിൽ. അത് കുറേ ലൈസൻസ് ടൈപ്പിൽ ഒന്ന് ക്രിയേറ്റീവ് കോമൺ ആണ്. ഇപ്പോൾ ക്രിയേറ്റീവ് കോമൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റൊരാൾ വേണമെങ്കിൽ അവർക്ക് എടുത്ത് യൂസ് ചെയ്യാന്നുള്ള രൂപത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. സ്റ്റാൻഡേർഡ് ലൈസൻസുള്ള വീഡിയോസ് ആണെങ്കിൽ അത് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കൊടുക്കുക, ഏതാണെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും നമ്മുടെ വീഡിയോൻ്റെ വ്യൂസിനൊന്നും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല. വേണം കൊടുക്കുക, അത്ര. അലോ എംബഡിങ് എന്ന് പറഞ്ഞാൽ ഈ എംബഡിങ് ചെയ്യുന്നത് നമ്മൾ വെബ്സൈറ്റുകളിൽ, അതായത് നമ്മൾ ഈ വീഡിയോ നമ്മൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി, അപ്പോൾ നമ്മൾ വീഡിയോ അവിടെ കാണിക്കണം. അപ്പോൾ ഈ അലോ എംബഡിങ് ഓണാക്കിയാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കോഡ് എടുത്തിട്ട് യൂട്യൂബ് നമുക്കൊരു കോഡ് തരും. ഈ കോഡ് എടുത്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് അത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് പ്രോഗ്രാമിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വീഡിയോ കാണും. അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞാനിപ്പോൾ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല ക്ലയൻസിൻ്റെയും വീഡിയോസ് ഇതുപോലെ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ചാനലിലൊക്കെ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാം അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിലാണ്. കാരണം യൂട്യൂബിൽ നമുക്ക് ഫ്രീ ആണല്ലോ, എത്ര വീഡിയോ വേണം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവർ അതിലേക്കാണ് ന്യൂസൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനാണ് ഈ അലോ എംബഡിങ് കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, പബ്ലിഷ് ടു സബ്സ്ക്രൈബേഴ്സ് ഫീഡ് ആൻഡ് നോട്ടിഫൈ സബ്സ്ക്രൈബർ. ഈ സാധനം ഓഫായി കഴിഞ്ഞാൽ നമ്മൾ സബ് ചെയ്ത ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. അത് ഇവിടെ നോക്കി മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇത് ആരെങ്കിലും ഇത് ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെ സബ് ചെയ്ത ആർക്കും അത് നോട്ടിഫിക്കേഷൻ പോകില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുക. ഇനി അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീഡിയോ തന്നെ നമുക്ക് റീമിക്സ് ചെയ്തിട്ട് മറ്റൊരു ഷോട്ടൊക്കെ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അത് നമുക്ക് സബ്ബൊക്കെ കൂടാനുള്ള നല്ലൊരു വഴിയാണ്. ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വീഡിയോ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങളുടെ വീഡിയോ കൊടുക്കുന്നത് അതാണ് ഇവിടെ പറയേണ്ടത്. കുറേ കാറ്റഗറി ഉണ്ട്. ഇത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ജനറലി പൊതുവെ എല്ലാവരുടെയും ടോപ്പിക്ക് പെടുന്നത് പീപ്പിൾ ആൻഡ് വ്ളോഗിലാണ്. അപ്പോൾ ഞാനത് തന്നെയാണ് കൊടുത്തത്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. പീപ്പിൾ ആൻഡ് വ്ളോഗ്, കമൻസ് ഒക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നേരെ ഈ സൈഡിലോട്ട് വരിക. സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ
ഇവിടെ സബ് ടൈറ്റിൽ ഉണ്ട്, എൻഡ് സ്ക്രീൻ ഉണ്ട്. സബ് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണമെന്നില്ല, കാരണം കുറച്ച് പണിയാണ്. അപ്പോൾ എൻഡ് സ്ക്രീൻ കൊടുക്കുക. ഈ എൻഡ് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ എൻഡ് സ്ക്രീനിൻ്റെ വിൻഡോ വരും. ഇതുണ്ടോ? ഇതിൽ നമുക്ക് ഏത് രീതിയിലുള്ള എൻഡ് സ്ക്രീൻ ആവുള്ളൂ. ഇപ്പോൾ ഈ റൗണ്ടിൽ കാണുന്നത് സബ്സ്ക്രൈബറാണ്. സബ്സ്ക്രൈബറിൻ്റെ ഒരു ബട്ടണാണ് കാണുക. മറ്റേത് പിന്നെ വീഡിയോ. നമുക്ക് ഇത് ഏത് മോഡ് വേണമെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം. നമുക്ക് കൂടുതൽ വ്യൂസ് ആണ് വേണ്ടെങ്കിൽ 2 വീഡിയോസിനെ സെലക്ട് ചെയ്യാം. ഇതെടുക്കുക. ഇവിടെ വന്നു ഇതാ ബെസ്റ്റ് വീഡിയോ ബെസ്റ്റ് ഫോർ വ്യൂവർ, അതിൽ മോസ്റ്റ് റീസെൻറ്റ് അപ്ലോഡ്, ഇത് 2 ഓപ്ഷനാണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോ ഉണ്ട്. എൻ്റെ ലാസ്റ്റ് ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്തൊരു വീഡിയോ ഇവിടെ കൊടുക്കുക. അതുപോലെ എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെയും ചൂസ് സ്പെസിഫിക് വീഡിയോ ഒരു വീഡിയോ കൂടെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോ കയറിപ്പോയാൽ അതിൻ്റെ എൻ്റെ സ്ക്രീനിൽ എന്ത് ചെയ്യും, ഈ 2 വീഡിയോ കൂടി കയറിപ്പോകും. ഇങ്ങനെ കൊടുക്കുക. അതുപോലെ വേറൊരു കാര്യം എന്താ അറിയും, നമ്മളിപ്പോൾ ഇതിൽ കാണുമ്പോൾ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് ലാസ്റ്റിലേക്ക് വരണം. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെറിയൊരു പോർഷനിലേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ കുറേ ലെങ്ത് ആയിട്ടുണ്ടല്ലോ, അത് ചെറിയ പോർഷനിലേക്ക്, ഇത്രയും ചെറിയ പോർഷനിലേക്ക് വെച്ചാൽ മതി. അതിപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ നിന്നൊക്കെ ആണെങ്കിലാവും. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എത്തിയിട്ട് അവിടെ ആനിമേഷനൊക്കെ കാണിക്കില്ലേ, ആ സമയത്ത് കുറച്ചൊന്ന് ഡിലേ ആക്കിയിട്ട് കുറച്ച് സമയം കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ അവസാന ഭാഗത്തേക്ക് ഇത് മാറ്റി വെക്കാൻ പറ്റും. അതായത് നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞ് തീർന്ന് അവിടെ ഔട്ട്റോ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് സേവ് കൊടുത്തു. അപ്പോൾ ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ അപ്ലോഡിങ്ങിൻ്റെ എല്ലാ സെറ്റിങ്സും പക്കയായി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഐ കാർഡ്സ് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ടോപ്പിനെ കുറിച്ച് പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ഈ ഐ ബട്ടണിൽ കാണാം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഐ ബട്ടണിൽ ഇവിടെ പ്ലസ് വീഡിയോ ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിംഗ് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഈ ടൈമിങ്ങിലാണ് കാണിക്കുന്നത്, ഇവിടെ പ്ലസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ആ വീഡിയോ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും. ഇപ്പോൾ ഇവിടെ കസ്റ്റം മെസ്സേജ് കൊടുക്കുക. എന്താണ് മെസ്സേജ് അവിടെ വരേണ്ടത്, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയുമല്ലോ, അപ്പോൾ ആ മെസ്സേജ് ഇതാ ഈ വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ യൂട്യൂബ് ടാക്സ് ടു ഗെറ്റ് വ്യൂസ് എന്നാണ് അത് ഉള്ളത്. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും പെട്ടെന്ന് കാണും, ക്ലിക്ക് ചെയ്തിട്ട് വരും. ഇപ്പോൾ ഇങ്ങനെ ആളുകളെ നമുക്ക് ഓരോ വീഡിയോസിൻ്റെ കൂടി എൻഗേജ് ചെയ്യിക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണോ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നവരാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. എന്തായാലും ഞാൻ മൊത്തത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒന്നും വിട്ടുപോയിട്ടില്ല. പിന്നെ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ ഇവിടെ മോണിറ്റൈസേഷൻ ഓൺ കൊടുക്കുക. പിന്നെ കോപ്പിറൈറ്റും മറ്റു കാര്യങ്ങളും അതൊന്നും നമുക്ക് ആവശ്യമില്ല. വീഡിയോ സബ്ടൈറ്റിലും ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്ടൈറ്റിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നേരെ ഓൾമോസ്റ്റ് സെറ്റിങ്സ് ഒക്കെ ആയി. ായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വരിക. ഇവിടെ വന്നിട്ട് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ എടുക്കുക. ഇവിടെ എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്ത ശേഷം നമ്മൾ ഈ അൺലിസ്റ്റഡ് എന്നുള്ളത് മാറ്റണം. ഇപ്പോൾ നമ്മൾ അത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സ്കെഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഡേറ്റ് നോക്കുക. ഇന്നത്തെ ഡേറ്റ് ആണ്, ഇന്നത്തെ ഡേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏത് സമയത്താണോ സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, 7:30 7:30 ഞാൻ ചെയ്യുക, അത് 7:30 സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെങ്കിലും മുന്നേ ഇത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, 1 മണിക്കൂർ മുമ്പെങ്കിലും ചെയ്ത് വെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് വീഡിയോയുടെ ക്വാളിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. എല്ലാം പക്കയായിട്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. പിന്നെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് നമ്മളൊരു കൃത്യമായിട്ട് ഒരു ടൈമിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. അപ്പോൾ ഈ ഒരു ഇതുപോലെ ചെയ്തു വെക്കുക. ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം 1 അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ചെയ്തു വെക്കുക. ഇതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യൂസ് കൂടുമ്പോൾ അല്ലെങ്കിൽ വൈറലാവുന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയിൽ ആൾക്കാർ കാണും. പലരും പരാതി വന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുള്ളത്. അത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് സോൾവ് ആവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്.
ഇതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും യൂട്യൂബിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ വേറെയും കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് യൂട്യൂബിലെ സക്സസ് നമുക്ക് അറിയാൻ പറ്റും. അത് യൂട്യൂബിലെ അനലറ്റിക്സ് വെച്ചിട്ടാണ്, അതിൽ അനലറ്റിക്സിലെ ഡാറ്റ വെച്ചിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോ റണ്ണാവോ ഇല്ലയോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് സക്സസ് ആവോ, ഇങ്ങനെ പല പല വിഷയങ്ങൾ നമുക്ക് ഈ അനലറ്റിക്സ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു ഗൂഗിൾ മീറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.